പ്രിയങ്കുകലികാശ്യാമം രൂപേണ പ്രതിമം ബുധം സൗമ്യം സൗമ്യഗുണോപേദം തം ബുധം പ്രണമാമ്യഹം. സൗമ്യനും സോമൻ്റെ പുത്രൻ ചന്ദ്രൻ്റെ മകനും സൗമ്യമായ ഗുണത്തോടു കൂടിയ ആ ബുധനെ ഞാനിതാ നമസ്കരിക്കുന്നു. പ്രിയമുള്ള പ്രേക്ഷകരെ, നാം ഇവിടെ ചർച്ച ചെയ്യുന്നു ചാരവശാൽ ബുധൻ്റെ രാശിചാരം. ബുധൻ തൻ്റെ സുക്ഷേത്രമായ ശുക്രൻ്റെ ഇടവം രാശിയിൽ നിന്നും തൻ്റെ സ്വന്തം ക്ഷേത്രമായ മിഥുനൻ രാശിയിലേക്ക് ഇതാ പ്രവേശിക്കുകയാണ്. എപ്പോഴാണ് ബുധൻ പ്രവേശിക്കുന്നത്? ബുധൻ 2026 മെയ് മാസം 29-ാം തീയതി, അതായത് 1201 ഇടവമാസം 15-ാം തീയതി കാലത്ത് തന്നെ പ്രവേശിക്കുകയാണ്. സ്വന്തം ക്ഷേത്രത്തിലേക്ക് വരികയാണ്. ആർക്കും സ്വന്തം വീട്ടിൽ ബലമുണ്ടല്ലോ. ഇവിടെ സ്വന്തം ക്ഷേത്രത്തിൽ ബുധൻ ശക്തമായി മിഥുനം രാശിയിലേക്ക് പ്രവേശിക്കുകയാണ്. സ്വമന്ദിരഗതേ ഗ്രഹേ പ്രഭുഭരിഗ്രഹാത് ആയതിം പ്രഭുത്വം. സ്വന്തം ക്ഷേത്രത്തിൽ വരുന്ന ഗ്രഹത്തിന് രാജാവിൽ നിന്ന്, അധികാരികളിൽ നിന്ന് ധാരാളം വരവുണ്ടാകുന്നു. തനിക്ക് സ്വയം ഒരു അധികാരം, പ്രഭുത്വം സ്ഥാപിക്കപ്പെടുന്നു. നവം ഭവനം, പുത്തൻ വീടുണ്ടാകുന്നു, പുത്തൻ ഭൂമി ഉണ്ടാകുന്നു. ഉർവരാക്ഷിതി, ഫലഭൂയിഷ്ടമായ ഭൂമി ഉണ്ടാകുന്നു. ജനേ ബഹുമതിയും പുനഃസകല നഷ്ടവസ്തുന്യപി, ജനങ്ങൾ തന്നെ ബഹുമാനിക്കുന്നു. തനിക്ക് നഷ്ടപ്പെട്ട യശസ്സും സ്ഥാനമാനങ്ങളും തിരിച്ചു പിടിക്കും ഈ ബുധൻ. 25 ദിവസമാണ് കേവലം മിഥുൻ രാശിയിൽ ബുധനുള്ളത്. പക്ഷേ ഇത്ര പ്രാധാന്യത്തോടുകൂടി ഈ ഫലം എന്തുകൊണ്ട് പറയുന്നു? ബുധ ഫലദസ്തു സർവദ, ഏത് സമയത്തും ഫലം ചെയ്യുന്ന ഗ്രഹമാണ് ബുധൻ. എനി മൊമെൻറ്റ് ഇറ്റ് വിൽ ഹാപ്പൻ മിറാക്കിൾസ്. ലോട്ടറി അടിക്കുക, അൺഎക്സ്പെക്റ്റഡ് ധനലാഭങ്ങൾ, ബ്രോക്കറേജ് ഉണ്ടാവുക, നല്ല ലാൻഡ് വിൽക്കാൻ പറ്റുക, പൂർവികമായ സ്വത്ത് വിൽക്കുക, ആദായത്തിൽ ഭൂമി ലഭിക്കുക, ഇങ്ങനെ ധാരാളം കാര്യങ്ങൾ ഈ ബുധൻ, മിഥുനം രാശിയിൽ നിൽക്കുന്ന ബുധൻ പ്രദാനം ചെയ്യും. ഒരു സംശയവുമില്ല, നിസ്തർക്കമാണ് ഈ ഒരു കാര്യം. കാരണം ഇവിടെ ബുധൻ മാറുമ്പോൾ വ്യാഴം അതിശക്തമായി മിഥുനൻ രാശിക്കാർക്ക് എന്നല്ല, വ്യാഴം അതിശക്തമായി തൻ്റെ ഉച്ച ക്ഷേത്രമായ കർക്കിടകത്തിലേക്ക് വരികയാണ്. നാം ഇവിടെ ഓരോ രാശിക്കാരുടെയും ശുഭാശുഭഫലങ്ങൾ ചർച്ച ചെയ്യുന്നു. എപ്രകാരമാണ് ഈ 25 ദിവസക്കാലം മെയ് മാസം 29-ാം തീയതി മുതൽ ബുധൻ നന്മകളെ പ്രദാനം ചെയ്യുന്ന വിഷയമാണ് നാം ചർച്ച ചെയ്യുന്നത്. അശ്വതി ഭരണി കാർത്തിക നക്ഷത്രത്തിൽ ആദ്യത്തെ 15 നാഴിക വരുന്ന മേടൻ രാശിക്കാർക്ക് ഈ ബുധൻ എപ്രകാരം ശുഭാശുഭങ്ങളെ പ്രദാനം ചെയ്യുന്ന വിഷയം നാം ചർച്ച ചെയ്യുന്നു. മേടൻ രാശിക്കാർക്ക് ബുധൻ നിൽക്കുന്നത് അതിശക്തമായ 3-ാം ഭാവത്തിലാണ്. അതിശക്തമായ 3-ാം ഭാവം. 3-ാം ഭാവത്തിൽ ശുഭഗ്രഹങ്ങൾ ഒരു ഗുണത്തെയും ചെയ്യില്ല. പക്ഷേ ബുധൻ വന്നാൽ പ്രബലഹ എന്നൊരു ഫലത്തെ പറഞ്ഞിരിക്കുന്നു. ശുഭഗ്രഹങ്ങളായ വ്യാഴവും ശുക്രനും 3-ൽ വരികയാണെങ്കിൽ കൃപണഹ, നല്ല ഫലത്തെ പറഞ്ഞിട്ടില്ല. പക്ഷേ 3-ൽ ബുധൻ നിൽക്കുമ്പോൾ പ്രബലഹ എന്ന ഫലത്തെ പറഞ്ഞിരിക്കുന്നു. പ്രബലനാകുന്നു 3-ലെ ബുധൻ. ചമത്കാര ചിന്താമണിയിൽ പറഞ്ഞിരിക്കുന്ന ഫലവും വളരെ നല്ലതാണ്. വണിക് മിത്രത പണ്ഡികൃത് വൃത്തിശീലോ വചിത്വം ധിയ ദുർവശാനാമുപേതി. വണിക് മിത്രത വലിയ വ്യാപാരിയുടെ സുഹൃത്തായി മാറും. പണ്യകൃത് വാങ്ങലും കൊടുക്കലും എല്ലാം നടക്കും. ക്രയവിക്രയ കുശലനാകും. വശിത്വം ധിയ ദുർവശാനാമുപേതി. തനിക്ക് പുറംതിരിഞ്ഞിരിക്കുന്ന ആളുകളെ തൻ്റെ നയചാതുര്യത്തോടുകൂടി തനിക്ക് വശത്താക്കാം. നയചാതുര്യത്തിൻ്റെ ഗ്രഹമാകുന്നു ബുധൻ. വിനീതോതിഭോഗം ഭജേ സന്യസേത്വ. തനിക്ക് തീർത്ഥസ്ഥലങ്ങൾ സന്ദർശിക്കാനുള്ള യോഗമുണ്ടാകും. വിനീത, വളരെ വിനീതനായി താൻ നയപരമായി പെരുമാറാൻ തനിക്ക് കഴിയും. അതിഭോഗം, എല്ലാ ഭൗതിക സുഖങ്ങളും അനുഭവിക്കും. തൃതീയ അനുജൈഹി ബാധയന്തേ ലതാവാൻ. താനൊരു ലതാവാനാണ്, മഹാവൃക്ഷമായി നിന്ന് സഹോദരങ്ങൾ ഒരു വള്ളിയെപ്പോലെ തനിക്ക് ചുറ്റും നിൽക്കുമെന്നൊരു ഫലം പറഞ്ഞിരിക്കുന്നു. അതിനാൽ സഹോദരങ്ങൾക്ക് വേണ്ട എല്ലാ സഹായങ്ങളും ചെയ്യുവാനൊക്കെ ഈ ബുധൻ വളരെയധികം നന്മകളെ പ്രദാനം ചെയ്യും. ആർക്ക്? അശ്വതി ഭരണി കാർത്തിക നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 15 നാഴിക വരുന്ന മേടം രാശിക്കാർ ധാരാളം തീർത്ഥാടന സ്ഥലങ്ങൾ സന്ദർശിക്കുക. നോക്കുന്നത് എവിടെയാണ്? ഭാഗ്യസ്ഥാനത്താണ്. 9-ാം ഭാവമാണ്. 3-ാം ഭാവം സഹോദര സ്ഥാനമാണ്. സഹോദരങ്ങൾക്ക് നന്മകളെ പ്രദാനം ചെയ്യും ഈ ബുധൻ. അതിനായി നന്നായി പ്രാർത്ഥിച്ച് കാര്യങ്ങളൊക്കെ വളരെ മനോഹരമാക്കാൻ ശ്രമിക്കുക. ഈ ബുധന് 6-ാം ഭാവാധിപത്യമുണ്ട്. കന്നിരാശിയുടെ ആധിപത്യമുണ്ട്. രോഗാധിപ ഭാവമാണ്. അതിനാൽ പലപ്പോഴും ഈ ശ്വാസസംബന്ധമായ ബുദ്ധിമുട്ടുകൾ, ത്വഗ് രോഗങ്ങൾ, ഇവയൊക്കെ ശ്രദ്ധിക്കണം ഈ ബുധൻ്റെ ഈ ഒരു വരുന്ന 25 ദിവസക്കാലം എന്ന് പ്രത്യേകം പറയട്ടെ. നന്ദി, നമസ്തേ.